വലിയൊരു ആവശ്യകതയാണ്. അതായത് നമ്മുടെ രാജ്യത്തിലെ ചെറുപ്പക്കാരുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണിത്. കാരണം എല്ലാ ആധികാരികതയും എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് പരീക്ഷകളുടെ. ഇപ്പം നീറ്റ് എക്സാമിൽ ചേരണമെന്ന് സംസ്ഥാനങ്ങളെ ആകെ നിർബന്ധിച്ചിരുന്നു ഇവർ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ് നീറ്റ് എക്സാം അഡോപ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. ഞാനന്ന് കേന്ദ്രത്തെ അറിയിച്ചത് ഞങ്ങൾക്ക് കേരളത്തിൽ കീം എക്സാം ഉണ്ട്, കേരളത്തിൻ്റെതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ. അത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നൊരു എക്സാമാണ്. ഈ നീറ്റിൽ എല്ലാവരും ചേർന്നാൽ അത് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുമോ, അതിന് വിശ്വാസ്യത ഉണ്ടാവുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഏറ്റവും അക്കൗണ്ടബിളായിട്ടാണ് അത് നടത്തുക എന്ന് പറഞ്ഞു. 2016 അവർ പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിനിടയ്ക്ക് കോടതിയിലൊരു കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കും കുറച്ച് സാവകാശം കിട്ടി. ഞങ്ങൾ കീമുമായിട്ട് തന്നെ മുന്നോട്ട് പോയി. പക്ഷേ 2019 കോടതിയിൽ നിന്ന് ഇവരൊരു വിധി സമ്പാദിച്ചു. സെൻട്രലൈസ്ഡ് ആയിട്ട് എക്സാമിനേഷൻ എല്ലാം നടത്തണം എന്ന് വന്നപ്പോൾ ഞങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വന്നു. ഞങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിൽ കീം നിലനിർത്തിയിട്ടുണ്ട്, പക്ഷേ മെഡിക്കൽ മേഖലയിൽ അനുവദിക്കില്ല എന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം ഞങ്ങൾക്ക് നീറ്റിൽ ചേരേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. ആദ്യത്തെ 2-3 കൊല്ലമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് നടന്നു. പക്ഷേ ഞങ്ങൾ ഭയന്നത് തന്നെ സംഭവിച്ചു. ഇവിടെ നിന്ന് എക്സാമിനേഷൻ കുട്ടികളുടെ ഭാവി ഒരു കച്ചവടമാക്കി മാറ്റുകയാണ് ചെയ്തത്. പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നത് ഉന്നതരുടെ അറിവില്ലാതെയല്ല. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഈ സമരരംഗത്തിറങ്ങുന്ന പരാതിയുമായിട്ട് ചെന്ന ഇന്ത്യയിലെ യുവത്വത്തെ അഭിസംബോധന ചെയ്തത് കോക്രോച്ചസ് ആണെന്നാണ്, പാരസൈറ്റ്സ് ആണെന്നാണ്, പരാന്നജീവികളാണ് എന്നുള്ളതാണ്. ആരാണ് ഇന്ത്യയെ നാളെ കെട്ടിപ്പടുക്കേണ്ടത്? ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യൂത്തും ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി പൊരിവെയിലത്തിറങ്ങി പോരാട്ടം നടത്തിയവരാണ്. ചിലപ്പോൾ ക്ലാസ്സുകൾ, മഹാത്മാഗാന്ധിയുടെ അടക്കം ആഹ്വാനം ഉണ്ടായിരുന്നു, ക്ലാസ്സുകൾ ബഹിഷ്കരിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുക്കാൻ. അങ്ങനെ പങ്കെടുത്തവരുടെ പിന്മുറക്കാരാണ് ഇതാ എൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നത്. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ, അപ്പുറത്ത് CJPയുടെ പ്രവർത്തകരായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള യുവാക്കളും വിദ്യാർത്ഥികളും. അവരെയാണ് പരമോന്നത നീതിന്യായ പീഠം അധിക്ഷേപിച്ചത്. അത് ഇന്ത്യ മുഴുവൻ കേട്ടതാണ്. ആ മനപ്രയാസത്തിൽ നിന്നാണ്. എന്നാൽ ആ അധിക്ഷേപത്തെ ഞങ്ങൾ ശിരസാ വഹിക്കുന്നു. ആ പേര് വെച്ച് തന്നെ ഞങ്ങൾ ഇന്ത്യയിലെ യുവാക്കളോട് അഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ്, അവരോട് പറയാൻ പോവുകയാണ്. അങ്ങനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ അവരൊരു പാർട്ടി ഉണ്ടാക്കി സമരത്തിന് ആഹ്വാനം ചെയ്തത്. വലിയ പിന്തുണയാണ് എല്ലാ മേഖലയിൽ നിന്നും. പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SFI അതിനെ പിന്തുണക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ ഭാഗമായിട്ട് ആദ്യം സമരം തുടങ്ങിയത് SFI ആണ്. എന്നാൽ SFI ആകുമ്പോൾ ആ സംഘടനയുടെ ഒരു ബാനർ ഉണ്ട്, മറ്റുള്ള ധാരാളം ആളുകൾ അതിനകത്ത് അണിനിരന്നൊന്നും വരില്ല. എന്നാൽ ഒരു പുതിയ പ്രസ്ഥാനം ജൻസിയുടെ ഇടയിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള പേരിൽ അഭിജിത്ത് ദീപ്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് വന്നപ്പോൾ അതിന് വലിയ സ്വീകാര്യത ഇന്ത്യയിലാകെ കിട്ടി. വൻകിട മാധ്യമങ്ങളൊക്കെ അതിനെ തമസ്കരിക്കാൻ തീരുമാനിച്ചു. വലിയ മാർച്ച് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടും അത് കണ്ട മറ്റ് ചില മാധ്യമങ്ങൾ നടത്തിയില്ല. നമ്മുടെ മലയാളം മീഡിയയിലൊക്കെ കുറേ വന്നു, പക്ഷേ ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ നാഷണലുമായിട്ടുള്ള മറ്റ് മീഡിയകളിൽ അവരത് കൊടുത്തില്ല. പക്ഷെ നിങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല, ഈ സമരം ശക്തി പ്രാപിക്കുകയാണ്. ഇത് നമ്മുടെ ഭരണഘടനയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ്. ഞാൻ ഈ അവസരത്തിൽ ഒരുപാട് വിശദീകരിക്കുന്നില്ല. എന്താണ് ഡെമോക്രസി? പരിപൂർണ അവസര സമത്വമാണ്. എന്താണ് സെക്കുലറിസം? എല്ലാ ജാതി മതസ്ഥരും ഒരേപോലെ ഇന്ത്യൻ പൗരന്മാരാണ്. എന്താണ് സോവേണിറ്റി? നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരമാണ്. സോഷ്യലിസം എന്താണ്? എല്ലാവർക്കുമുള്ള ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആക്കിയിട്ട് മാറ്റലാണ്. ഇതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് മതവർഗീയത പ്രചരിപ്പിച്ച് ജാതീയമായി വിഘടിപ്പിച്ച് അവരെ മതപരമായി കൂട്ടിച്ചേർത്ത് കടുത്ത വർഗീയതയിലേക്ക് പോകുന്നതിൻ്റെ ഒപ്പം എല്ലാം കച്ചവടം ചെയ്യുന്നു. ഇവിടെ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ, സാമ്രാജ്യത്വ ഏജന്റുമാരുണ്ടാക്കിയ നിയമാവലികളുണ്ടല്ലോ, അവരുടെ വട്ടമേശ ചർച്ചയുടെ ഭാഗമായി എങ്ങനെ മനുഷ്യരെ ചൂഷണം ചെയ്യണം, അതാണല്ലോ ഉറുഗ്വേ വട്ടം ചർച്ചകളും ഘാട്ട് കരാറും ഒക്കെ. അതിൻ്റെ ഭാഗമായി പിന്നീട് വന്നൊരു കരാറുണ്ട്, ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ഇൻ സർവീസ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ കച്ചവടം നടക്കുന്നു. അതിൻ്റെയും വിശദാംശത്തിലേക്ക് പോകേണ്ടതില്ല. നമുക്കറിയാം എന്തിന് നമ്മുടെ ഭക്ഷ്യവിതരണം പോലും അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകൾ ഏൽപ്പിക്കുകയാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണുകൾ കൊടുക്കാൻ പോകുന്നു അദാനി ലീപ്പിന്. എവിടെ എത്തി നിൽക്കുകയാണ് ഈ രാജ്യം?
അതുകൊണ്ട് ആളുകളെ പട്ടിണിക്കാരായി മാറ്റുന്ന, വരുന്ന തലമുറയെ ഒന്നുമില്ലാത്ത നിരാശരാക്കിയിട്ട് മാറ്റുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ആ സംഘടനയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ എൻ്റെ എല്ലാ തരത്തിലുള്ള ഞങ്ങളുടെ സംഘടനയുടെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ ഈ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ്. എല്ലാവരും ഈ സമരത്തിൽ അണിനിരക്കണം. നമ്മുടെ ഭാവിയെ കച്ചവടം ചെയ്യാനുള്ള ഈ അവസ്ഥ ഒഴിവാക്കി കിട്ടണം എന്നാണ് പറയാനുള്ളത്. വിദ്യാഭ്യാസമാണ് പ്രധാന പ്രശ്നം. പക്ഷേ സംസ്ഥാനത്തെ PM ശ്രീയുമായി ബന്ധപ്പെട്ട് വിവാദം തുടരുന്നില്ല. മുൻ മുഖ്യമന്ത്രിയുടെ മുൻ അഡീഷണൽ PS തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. LDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അപാകതകൾ അടക്കം ഉണ്ടായെന്നും ലേഖനം അടക്കം ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. LDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അപാകത ഉണ്ടായിട്ടില്ല. സെൻട്രൽ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളെ പിടിമുറുക്കുകയാണ്. നിങ്ങളെല്ലാം ഉന്നയിക്കുന്ന രോഷവും ചോദ്യവും ചോദിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനോടാണ്. സംസ്ഥാന ഗവൺമെന്റുകളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഇപ്പൊ ഈ നീറ്റ് അടിച്ചേൽപ്പിച്ചതുപോലെ PM ശ്രീ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ചോദ്യം ചെയ്യണം. ഇതൊരു ഫെഡറൽ ഭരണഘടനയാണ്. സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പ്രയാസമുണ്ട്. എന്നാലും ഞങ്ങൾ അതിനെ അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തു വരികയായിരുന്നു. നമുക്ക് മറ്റേ SSKയുടെ പണം തരില്ല. അതുപോലെ ഇപ്പുറത്തെ ആരോഗ്യ വകുപ്പിലാണെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ പണം തരില്ല. ആരാണ് ഇവർ ഈ പണം തരില്ലെന്ന് പറയാൻ? ആ പണമെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ നികുതിക്കാശ് ഊറ്റിയെടുത്ത് വെച്ച പണമാണ്. അല്ലാതെ BJP എവിടെന്നെങ്കിലും അവരുടെ സമ്പാദ്യം എടുത്തിട്ട് തരുന്നതല്ല. ആ പണം തരില്ലെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല, വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കൊടുക്കാൻ കാശില്ല. ഈ ബുദ്ധിമുട്ടിക്കലിനെതിരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതുകൊണ്ട് PM ശ്രീയും ഇപ്പം നീറ്റ് നിർബന്ധിച്ചല്ലോ, അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് നിർബന്ധിക്കുകയാണ്. പക്ഷെ അവസാന ശ്വാസം വരെ നമ്മൾ പറയുന്നത് അതിന് നിർബന്ധിക്കരുത്, അത് നടപ്പാക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം അയച്ച ലെറ്റർ റദ്ദ് ചെയ്യണം, നീറ്റിൽ ഞങ്ങൾ ചേരുന്നില്ല. വലിയ ചർച്ച നടന്നു ഇവിടെ. ആ തീരുമാനമാണിപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് നന്നായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ UDF ഗവൺമെന്റ് ആണെങ്കിൽ അവരോട് വലിയ താല്പര്യം കാണിക്കുകയാണ്. അവർ പറയുന്നതെല്ലാം അനുസരിക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. അപകടകരമാണ് അത് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്.